മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു അവസരമാണിത്. സഭയുടെ ശുശ്രൂഷയിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ നിർവഹിച്ച ബഹുമാനപ്പെട്ട ജോസഫ് ചീരനച്ചൻ്റെ വേർപാട് പ്രയാസമുളവാക്കുന്നതാണ്. എന്നാൽ അദ്ദേഹം ചെയ്തിട്ടുള്ളതായ സേവനങ്ങൾ സഭയെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്തതാണ് എന്നുള്ളതിൽ സംശയമില്ല. സഭയുടെ ചരിത്രത്തിലും സഭയുടെ കാനോനാകളിലും ആരാധനാ പാരമ്പര്യങ്ങളിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അതീവമായിരിക്കുന്ന പാണ്ഡിത്യം മറ്റാർക്കും പങ്കുവയ്ക്കുവാൻ സാധ്യമല്ലാത്ത, ഉപമിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു ശ്രേഷ്ഠതയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഏത് കാര്യങ്ങളും ആഴമായി പഠിച്ച് അതിൻ്റെ ആന്തര സത്യങ്ങളെ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് പാലിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു വന്യ ആചാര്യനാണ്. പലപ്പോഴും തൻ്റെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്നിരിക്കുകയിൽ അതിൽ അദ്ദേഹത്തിന് കുണ്ഠിതമില്ല. എന്നാൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളും വളരെ ശക്തമായ ഭാഷയിലും കാര്യമാത്ര പ്രസക്തമായിട്ടും അതുപോലെ വേദപുസ്തക തെളിവോടും ആരാധനയുടെയും കാനോനാകളുടെയും പിൻബലത്തിലും ശക്തമായി പറയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതൊരു വലിയ ദൗത്യമാണ് ഈ കഴിഞ്ഞ 89 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം നിർവഹിച്ചത്. എൻ്റെ ജനനം മുതൽ ഇത്തരത്തിലുള്ളതായ തൻ്റെ താല്പര്യം ഒരു വൈദിക ശ്രേണിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. നല്ലൊരു അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു. തൻ്റെ മക്കളെയൊക്കെയും ദൈവികമായ മാർഗത്തിൽ നടത്തി ദൈവികമായിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. എവിടെ തെറ്റ് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്തേണ്ട ആവശ്യകത സഭയുടെ ഒരു ഉത്തമ ശുശ്രൂഷൻ എന്ന രീതിയിൽ അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. അതാണ് സഭയ്ക്ക് എന്നും അദ്ദേഹത്തുള്ളതായ കടപ്പാടിന് ആധാരമായിരിക്കുന്നത്. അനേക പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. ചരിത്ര ഗ്രന്ഥങ്ങളും കാനോനാകളുടെയും ആരാധനയുടെയും ഒക്കെ ആ വലിയ പാരമ്പര്യം അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹം എന്നും വളരെ ശ്രേഷ്ഠമായി കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന സേവ്യറിയൂസ് തിരുമേനി, കാലം ചെയ്ത ആ സേവ്യറിയൂസ് തിരുമേനിയാണ്. എന്നും അദ്ദേഹം സേവ്യറിയൂസ് തിരുമേനിയുടെ ഉപദേശങ്ങളും പാരമ്പര്യങ്ങളുമൊക്കെ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് പ്രത്യേകമായ ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ട്. തൻ്റെ ശുശ്രൂഷകൾ എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം ഓടിയെത്തുവാനും അത് നിർവഹിക്കുവാനും അദ്ദേഹം താല്പര്യമുള്ളവരായിരുന്നു. പല ചരിത്ര സിമ്പോസിയങ്ങളിലും പലതരത്തിലുള്ള സെമിനാറുകളിലുമൊക്കെ അദ്ദേഹം സംബന്ധിക്കുകയും ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം അതിൽ സംബന്ധിക്കുകയും ചെയ്ത അനേക സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ചരിത്രത്തിൽ അതീവ ശ്രദ്ധയും പാണ്ഡിത്യവും അദ്ദേഹത്തിനുണ്ട്. അത് തൻ്റേതായ രീതിയിൽ പറയുവാനും പ്രതിഫലിപ്പിക്കുവാനും അദ്ദേഹത്തിനുള്ള കഴിവ് അഗാധമായിരുന്നു, വളരെ ശ്രേഷ്ഠമായിരുന്നു, അനുപമമായിരുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഈ പിതാവ് നമുക്ക് നൽകിയ ഒരു വലിയ സന്ദേശം നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ സഭയോടും സഭയുടെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും സഭയുടെ പാരമ്പര്യങ്ങളോടും കാനോനാകളോടും എന്നും നമ്മൾ കറയില്ലാത്ത വിശ്വസ്തത പുലർത്തണം. അത് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളെയോ പ്രതിബന്ധങ്ങളെയോ നേരിടുമ്പോൾ അത് നശിപ്പിക്കുവാനുള്ളതല്ല, നേരെ മറിച്ച് അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു വീര്യവും പൗരുഷവും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹം നൽകുന്ന വലിയ സന്ദേശം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സഭയുടെ ആരാധനയോ പാരമ്പര്യങ്ങളോ ഒക്കെ ചരിത്രപരമായിരിക്കുന്ന കാര്യങ്ങളോ
അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളൊക്കെ അല്പം വിട്ടുവീഴ്ച ചെയ്താൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരോട് അദ്ദേഹത്തിനുള്ളത് അത് സഭയെ നശിപ്പിക്കും, സഭയെ അതില്ലായ്മ ചെയ്യുമെന്നുള്ളതായ സന്ദേശമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശക്തമായ ഭാഷയിൽ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിഞ്ഞു. അതാണ് സഭയ്ക്ക് ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുവാനുള്ളത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ശരീരം വിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പോകുന്നതായി സമയം ശരീരത്തിലിരുന്നിടത്തോളം കാലം ദൈവഹിതമനുസരിച്ച് തൻ്റെ അവസാന ശ്വാസം വരെയും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇന്ന് അദ്ദേഹം പോകുന്നത്. ഇമ്പങ്ങളുടെ പർദീസായിൽ പരിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുള്ള എല്ലാവരുടെയും കൂട്ടത്തിൽ കർത്താവ് എവിടെ ആയിരിക്കുന്നു അവിടെ തൻ്റെ ശുശ്രൂഷക്കാരനുമായിരിക്കുന്ന പ്രകാരം പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മെശീഹ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ സ്ഥലത്ത് നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോടൊപ്പം പക്ഷപാതം ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാനുള്ള ഈ യാത്രയാണ് ഇന്ന് അദ്ദേഹം ചെയ്യുന്നത്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ പൂർണ്ണതയിലേക്ക് അദ്ദേഹം നടന്നു പോവുകയാണ്. അത് തുടർന്നും ജീവിതത്തിൽ ആത്മീയമായ തലത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ തുടരുന്നു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. നമുക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. മലങ്കര സഭയുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ തരത്തിലുള്ള അനുശോചനവും അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് ദുഃഖിതരായിരുന്ന കുടുംബാംഗങ്ങൾക്ക് സലബുദ്ധിയും കവിയുന്ന സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.